യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 55-ാം അധ്യായം. ജീവൻ്റെ ഉറവ. ദഹാർത്തൂരെ, ജലാശയങ്ങളിലേക്ക് വരുവിൻ, നിർധനർ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊടുക. ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാന്തമായ ഒരു ഉടമ്പടി അന്വേഷിക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കും. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചു കൂട്ടും. നിന്നെ അറിയാതെ ജനതകൾ നിൻ്റെ അടുക്കൽ ഓടിക്കൂടും. എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടർ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവർ കർത്താവിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കുകയും കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉയർന്നതത്രേ. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. ഇത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും. വൃക്ഷങ്ങൾ കൈകൊട്ടും. മുൾച്ചെടികൾക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിന് ഒരു സ്മാരകമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.